അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയലക്കറിയാണ്. നമ്മളിവിടെ 2 ചെറിയ സവോളയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വഴറ്റിയെടുക്കാനൊക്കെ അധികം നേരം നമുക്ക് സമയം പോകും. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ നമ്മുടെ അയലക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ല അരച്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഏത് ചട്ടിക്കകത്താണ് കറി വെക്കാൻ പോകുന്നത് ആ ചട്ടി തന്നെ വെക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവ ഇടുക. ഉലുവ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അപ്പോഴത്തേക്കിനും നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം തന്നെ കടുക് പൊട്ടി. അപ്പോൾ നമ്മൾ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി നമ്മൾ മുറിച്ച് ഇടുകയാണ്. വറ്റൽമുളക് പൊട്ടിച്ചതന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇനി നമ്മളൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരു 2-3 എണ്ണം മാത്രമായിട്ട് ഇടാതെ. നമ്മുടെ കറിവേപ്പിലല്ലേ ഒരു സ്വല്പം വെള്ളമായി ഇരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം നമ്മളിവിടെ ഇതിൻ്റെ നമ്മുടെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എരി വരും. അപ്പോൾ നല്ലതായിട്ട് പൊടിയിലെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ കൂട്ടിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ നമ്മളിപ്പോൾ അരച്ചെടുത്തില്ലേ അത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇനി ബാക്കി പരിപാടി ചെയ്യാൻ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് വെക്കാം. അപ്പം ഒരുമിച്ച് ഇതിൻ്റെ തിളയങ്ങ് റെഡിയാകും. അപ്പം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തീയിൽ ഇതൊന്ന് തിളച്ച് നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് അടഞ്ഞിരുന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. എത്രയും നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ കുടംപുളി ഇട്ടായിരുന്നു മീൻകറി വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിൽ കുടംപുളി തീർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങയുടെ പൊടിയാണ്. മാങ്ങയുടെ സീസണിൽ നമ്മൾ പൊടിച്ചു വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇടുന്നത്. ഈ നമ്മൾ ആംചൂർ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ മേടിക്കാനും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിലും ഇടാവേ. അപ്പോൾ നമുക്ക് തീ സ്വല്പം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ എത്ര പൊടി ചേർക്കണം എന്നുള്ളത്. ചിലത് ഭയങ്കര പുളിയുള്ള മാങ്ങ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർക്കാം. അപ്പം നമ്മൾ മാങ്ങയുടെ പൊടി ചേർത്തിട്ടുണ്ട്. പൊടി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് ചേർത്താൽ, അല്ലെങ്കിൽ ഇത് എന്തായാലും ഇത് കുഞ്ഞായിട്ട് പൊടിയായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് കാരണം ഇതിൻ്റെ പുളി വളരെ വേഗം ഇറങ്ങും. ഇതിടണമെന്നൊരു നിർബന്ധമില്ല. ഇതിന് പകരം നമുക്ക് മാങ്ങ വേണേലും ചേർക്കാവേ. മാങ്ങയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പൊടി ഇടാം. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മുടെ മീൻ ഇനി ഓരോരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാവേ. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 8 അയലയോളം കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മീനും എല്ലാം നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ ബാക്കി കറിവേപ്പിലയും കൂടെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് തിളച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കറി റെഡി ആയെന്ന് നോക്കാം. നല്ല കിടുക്കാച്ചി കറിയായിട്ടുണ്ട്. നല്ല കൊഴുത്ത കറിയാണ്. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം നേരം ഇട്ട് വഴറ്റി നമ്മുടെ സമയം ഒന്നും കളയണ്ട. ഇത് ചെറുതായിട്ട് അരിയണമെന്ന് പോലും ഇല്ല. നമ്മുടെ മിക്സിയുടെ അകത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മാത്രം മതി. വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് നമ്മളിന്ന് റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് നമുക്ക് മീൻ കറി റെഡിയാക്കാം. അപ്പോൾ ഇത് അയലയ്ക്ക് മാത്രമല്ല, ഏത് മീനിനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അതിൻ്റെ നിങ്ങൾക്ക് ആ കറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് പറയാം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായി ആ സബ്സ്ക്രൈബ് ബട്ടനും ഓൺ ചെയ്യണം. മറ്റേ ആ ബെല്ലൈക്കണില്ലേ, ഇത് തൊട്ടടുത്ത് കിടന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൺ, അതും കൂടെ ഓൺ ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാകണം. മാത്രമല്ല ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു വീഡിയോകൾ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് റെസിപ്പികൾ കൂട്ടുകാർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കുക്കിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്താണ്, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.